ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വയനാടിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര അയച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഉരുൾപൊട്ടി ചൂരൽമലയിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും കണ്ടിട്ട് വന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അങ്ങനെ ഞാൻ കൽപ്പറ്റയിൽ നിന്നും ചൂരൽമല ബസ്സിൽ കയറി. ചൂരൽമല ബസ്സിൽ കയറി കൽപ്പറ്റ പുതിയ ബസ്സിൽ നിന്ന് ബസ് എടുത്തു. അങ്ങനെ കണ്ടക്ടറൊക്കെ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 33 രൂപയാണ് ചാർജ് വരുന്നത്. അങ്ങനെ ബസ്സിലേക്ക് കയറി. അപ്പോൾ പുറത്ത് നല്ല മഴയായതുകൊണ്ട് നമുക്ക് പുറത്തെ കാഴ്ചകൾ അങ്ങനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു, കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം നമ്മൾ മേപ്പാടി എത്തി. ഇത് നമ്മുടെ സ്വന്തം മേപ്പാടി എന്ന് പറഞ്ഞ ടൗണ്. ഇവിടെ നിന്ന് നമ്മൾ ടൗണിൽ നിന്നും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് അങ്ങനെ ചൂരൽമല റോഡിനെത്തും. റോഡിൽ നിന്നും ആ ബോർഡ് കാണുന്നതാണ് ചൂരൽമല മേപ്പാടി മുണ്ടക്കയ റോഡ്. അങ്ങനെ റോഡിലേക്കൊക്കെ തിരിഞ്ഞതിന് ശേഷം സാധാരണ നമുക്ക് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെയാണ്. ഇപ്രാവശ്യം ആ ബസ്സിലേക്ക് അങ്ങനെ ആരും ഇല്ല, 1-2 പേര് അങ്ങനെയൊക്കെ കയറിയിട്ടുള്ളൂ. അങ്ങനെ യാത്ര മുന്നോട്ട് ഇങ്ങനെ തുടർന്നു. അപ്പോൾ ഉള്ളിലേക്ക് നോക്കിയപ്പോഴാണ് ഉള്ളിലധികം അങ്ങനെ അനക്കുകയൊന്നുമില്ല, ഒച്ചയും ബഹളമൊന്നും. ആദ്യമൊക്കെ ഈ ബസ്സിൽ നല്ല തിരക്കും തിക്കും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ആകുമ്പോൾ അങ്ങനെ തേയിലക്കാടിൻ്റെ ഭംഗികളൊക്കെ ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് യാത്ര തുടർന്നു.
ഇപ്പോൾ കള്ളാടി എന്ന സ്ഥലം ചെറിയൊരു ടൗണ്. അവിടെ ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ ഒഴുക്കാണ്, ആ പുഴയുടെ ഒഴുക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല ശക്തിയായ തിരമാലകളായി ഒഴുകുകയാണ്. സാധാരണ ഇതിൽ അത്ര വെള്ളമൊന്നും ഉണ്ടാവാറില്ല വേനൽ സമയത്തൊന്നും. പിന്നെ കള്ളാടി ടൗണൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം 2018 നമുക്ക് ഉരുൾ പൊട്ടി, 2018 എനിക്ക് തോന്നുന്നു, 2018 ഉരുൾ പൊട്ടിയ പുഞ്ചിരിമട്ടം, ചെറിയ പുഞ്ചിരിമട്ടം ഇതാണ് ഇപ്പോൾ സ്ഥലമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതിൽ ചെറിയൊരു അരുവി, ഒരു തോടൊക്കെ ഒഴുകുന്നുണ്ട്, ചെറിയൊരു തോട്. പക്ഷെ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് വെള്ളമാവും. ആ തോട് ഫുള്ള് നിറയുന്നൊക്കെയാണ് ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത്. കൊണ്ട് റോഡ് പണിയൊക്കെ നടക്കുന്നതും കൊണ്ട് റോഡൊക്കെ പറ്റ മോശമാണ്. നമ്മൾ അതാണ് ഫോണിങ്ങനെ ഷിവറിങ് ആവുന്ന, ഇങ്ങനെ ഇളകി പോകുന്നത്. ഇതൊക്കെ ആ ഒരു സ്ഥലമായിരുന്നു പണ്ടത്തെ പുഞ്ചിരിമട്ടം എന്ന സ്ഥലമായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ മുന്നോട്ട് ഇങ്ങനെ യാത്രയൊക്കെ തുറന്ന് ഏകദേശം നമ്മൾ ചൂരമല എത്താനായെന്നാണ് തോന്നുന്നത്. ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ചൂരമല ടൗണാണിത്. ടൗണിലെ അവസ്ഥയാണ്, ഒറ്റ മനുഷ്യനില്ല ടൗണിൽ. പോലീസുകാരുണ്ട്, അങ്ങനെ തൊട്ടപ്പുറത്ത് ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട്. ബസ് ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശനമുണ്ടോ നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെയില്ല. എന്നാലും കയറ്റി വിട്ടു. എന്നാലും ആ ഒരു പുഴേൻ്റെ ബേലി പാലത്തിൻ്റെ സൈഡിലൊരു വ്യൂ ആണിത്. വെള്ളം കുത്തി ഒലിക്കുകയാണ്. ഇപ്പോൾ അത് ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ ചെറിയ JCB ഒക്കെ വെച്ച് രണ്ട് സൈഡും ഒരു പുഴയുടെ ഇതുപോലെ ആക്കി. ഇത് സ്കൂളിൻ്റെ ഒരു ഭാഗം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഉള്ളിലേക്ക് അധികം കയറ്റി വിട്ടിട്ടില്ല. കുറേ അവിടെ തന്നെ കുറേ കാണാനൊക്കെ ഉണ്ട്. മഴ കാരണം നമുക്ക് ഉള്ളിലേക്ക് അങ്ങനെ കയറാൻ പറ്റിയില്ല. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.